ഓം ശാന്തി. പല ആളുകൾക്കും വേണ്ട രീതിയിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, പറയേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ സംസാരിക്കാൻ പറ്റാത്ത കാര്യം പലപ്പോഴും അതൊരു ബലഹീനത മാത്രമൊന്നുമല്ല, അതൊരു പോസിറ്റിവിറ്റിയും ആവാറുണ്ട്. ഞാൻ ഓർത്തു പോകും, ഗാന്ധിജിയുടെ അനുഭവത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് പറയാൻ പറ്റാത്ത നാണം കുണുങ്ങി സ്വഭാവം കൊണ്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞാൻ രക്ഷപ്പെട്ടു പോവാറുണ്ട് എന്ന്. പലപ്പോഴും അത് അനുഗ്രഹമാവും. ചില ആളുകൾക്ക് പെട്ടെന്ന് ഇംപ്രഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണോ, നന്നായി സംസാരിക്കാൻ പഠിച്ചു എന്ന് കരുതി നന്നായി ഒരാൾ സംസാരിച്ചു എന്ന് കരുതിയിട്ട് അതുകൊണ്ട് അയാൾ ഏറ്റവും നല്ല ആളായി എന്നൊന്നുമില്ല. പലപ്പോഴും പലരും ഒരുപാട് കാര്യം പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ അതൊട്ടും കൊണ്ടുവരാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. കുറച്ച് നാൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ഞാൻ അതാണ് ഞാൻ ഇതാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഫീൽ ചെയ്തത് കേൾക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതി അവരുടെ മനസ്സിൽ നേരെ താഴേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ് ഒന്നും ചെയ്യാത്ത ആളുകളെയും കാണാറുണ്ട്. അതേസമയം എക്സ്പേർട്ടായിട്ടുള്ള കഴിവുള്ള ആളുകളും മൗനത്തിൽ ഇരിക്കാറുണ്ട്. പറയാറുണ്ടല്ലോ, മൗനം പണ്ഡിതന് ഭൂഷണം എന്ന് പറയാറുണ്ടല്ലോ. നല്ല അറിവുള്ളത് കൊണ്ട് എത്ര വേണമെങ്കിൽ ഒരു പറഞ്ഞോട്ടെ, അത് ഞാൻ ചെയ്ത് കാണിച്ചോളാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പോസിറ്റീവായിരിക്കുന്ന മൗനം നല്ലതാണ്. അതേസമയം ഭയം കൊണ്ട്, അപകർഷതാബോധം കൊണ്ട് വേണ്ട സമയത്ത് സംസാരിക്കാൻ പറ്റാതിരിക്കുന്നുവെങ്കിൽ അത് നമ്മളെ പലപ്പോഴും പല നഷ്ടങ്ങളും ഉണ്ടാക്കും. ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ മുഴുവൻ കാര്യങ്ങളെയും സംസാരിച്ച് സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് അവരുടെ പ്രഭാവം ഉണ്ടാക്കി അവരുടെ പ്രഭാവത്തിൽ നിങ്ങളെ അങ്ങ് പ്രഭാവിതരാക്കി ചതിച്ചു പോകുന്ന സിറ്റുവേഷനും കാണാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവരൊന്നും പറയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇവരെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവരുടെ എന്ത് വേണമെങ്കിലും പറഞ്ഞും ചീത്ത വിളിച്ചും ആക്രോശിച്ചും അവരുടെ മുഴുവൻ ദേഷ്യം ഇവരുടെ മേലെ തീർത്തു പോകുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഈ പാവങ്ങൾക്ക് അവരുടെ ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാതെ വിഷമിച്ച് വേദനിച്ച് ഒന്നുകിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു ചില ആളുകൾ, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കരഞ്ഞു തീർക്കുന്നു, സ്വന്തം മേലടിച്ച് തീർക്കുന്നു, പട്ടിണി കിടന്ന് തീർക്കുന്നു. ഇങ്ങനെയൊക്കെ തൻ്റെ ഫീലിങ്സിനെ ഒഴിവാക്കുന്ന ആളെയും കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും നമുക്ക് ശോഭയല്ല. നമുക്ക് കേട്ടിട്ടും കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് വലിയ കലയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഒരാളോട് മോശമായി പറയുമ്പോൾ അത് ഇവിടെ നിന്ന് കേട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയ പോലെ. ബുദ്ധൻ്റെ കഥ മുന്നൊരിക്കൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ബുദ്ധൻ്റെ സദസ്സിൽ ഒരാൾ വന്നു, ബുദ്ധൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ അയാൾ അടുത്ത് വിളിച്ച് ചോദിച്ചു പോലും, മകനെ ഒരു കൊട്ട ചീഞ്ഞ മുട്ട ഒരാൾക്ക് തന്നു, അവർ സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടെ കയ്യിലുണ്ടാവും ചോദിച്ചു അത്രേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചോദിക്കാനുള്ള കാര്യമാണോ, കൊടുത്താനുള്ള കയ്യിൽ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു പോലും, ഞാനും നീ തന്നതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന്. അത്തരത്തിൽ തൻ്റെ മനസ്സിൻ്റെ പക്വമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഏത് സിറ്റുവേഷനിലും സൈലൻ്റ് ആയിരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശക്തിയുടെ പ്രകമ്പനാണ്. പക്ഷെ ഒരു കാര്യം, അത്തരത്തിൽ തൻ്റെ മനസ്സിൻ്റെ ശക്തിയെ പവർഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മുഖം ചെറുതാവില്ല, തല താഴില്ല, കണ്ണുകൾ വാടില്ല. പകരം അവരുടെ മുഖത്തുനിന്നുണ്ടാകുന്ന പ്രകമ്പനം കൊണ്ട് ആ പറയുന്ന ആൾ സ്വയം നിഷ്പ്രഭനായിട്ട് മാറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ദ ഹയസ്റ്റ് ആയിരിക്കുന്ന സ്റ്റേജാണ്. അത്രയ്ക്കും നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ പോലും ഒരു വളരെ മോശമായിട്ട് പറയാൻ വരികയാണെങ്കിൽ അതിനും അനുസരമായിട്ടൊരു ചെറിയ ആൻസർ പറഞ്ഞു കൊടുത്തിട്ട്, അതല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞിട്ടൊക്കെ അതിനെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഇത്തരത്തിൽ സൈലൻസ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും അവനവന് ആവശ്യമുള്ള, അവർക്കുള്ള അവകാശം പോലും നേടിയെടുക്കാൻ പറ്റാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അവസ്ഥയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതൊരു ബലഹീനതയാണ്. ആർക്കും എന്തും എന്ന് പറഞ്ഞു പോവാം, എന്തും ചെയ്യാം, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എങ്കിൽ അത് നമ്മൾ ബലഹീനത എന്ന് പറയും. അങ്ങനെയാവരുത്. അതില്ലാതിരിക്കാൻ എന്ത് വേണം? മാസ്റ്റർ സർവശക്തിവാനതായിരിക്കുന്ന അഫർമേഷൻ ഒരു ദിവസം 108 തവണ രാവിലെയും രാത്രിയും അഭ്യസിക്കുകയാണ് എങ്കിൽ, രാജയോഗ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസിലൂടെ നമ്മളുള്ള ആ ശക്തി നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുള്ളിൽ നിന്ന് ശാന്ത ഗംഭീരമായിരിക്കുന്ന ഒരു ഭാവം വരും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കണ്ണിൻ്റെ ശക്തി നോക്കിയിട്ട് ഒരാൾക്കും നിങ്ങളെ പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റീനെ പവർഫുള്ളാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചാണക്യൻ പറഞ്ഞു പോലും, സ്വരം നിങ്ങളുടെ മധുരമാകും വരെ മൗനമായിരുന്നുള്ളൂ എന്ന്. ആ മധുരമാകും വരെ എന്ന് വെച്ചാൽ അർത്ഥം ഏത് കാലത്ത് മധുരമാവുന്നു അതുവരെ എന്നല്ല, മധുരമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു മറ്റൊരർത്ഥം. അതുകൊണ്ട് സ്വരം മധുരമാക്കാൻ അഥവാ പ്രോപ്പർ വേയിൽ പ്രോപ്പർ ഡോസിൽ ആൻസർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ശാന്തവും ശക്തവും
സ്വഭാവമാക്കി മാറ്റണം. അതുകൊണ്ട് ഈ ഒരു അഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ശക്തിശാലിയാക്കും. എസ്പെഷ്യലി രാജയോഗ മെഡിറ്റേഷൻ പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയമില്ലാതായി നിർഭയത്വത്തിൻ്റെയും ശാന്തിയുടെയും രണ്ടും കൂടി ചേർന്നൊരു ഭാവം ആ ഗംഭീര ഭാവത്തോടെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയാൻ വരുന്ന ആൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പോലും പറ്റാത്ത സ്ഥിതി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും പരിശ്രമിച്ചു നോക്കണം. ചെറിയ അഭ്യാസമാണ്, ഒന്നുമില്ലാതെ നമുക്ക് സ്വന്തമാക്കാനുള്ളതാണ്. അപകർഷതാ ബോധത്തിന് പകരം ആത്മാഭിമാനത്തിൻ്റെ വ്യക്തിത്വമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.